ഒളിമിന്നും ഓർമ്മക്കാലം ഒരുക്കുന്ന ഈ പ്രോഗ്രാം ആരംഭിക്കുന്നു. ശ്രീ KR കിഷോറിന്റെ ശ്രീനാരായണ ഗുരു ഒരു പഠനം എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗ്രന്ഥകാരനോടൊപ്പം ശ്രീ സുനിൽ P. ഇളയടവും ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥിയായി ഇവിടെ പങ്കെടുക്കുവാൻ എത്തിയിട്ടുണ്ട്. ഈ സായാഹ്നം വളരെ വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കാര്യപരിപാടികളിലേക്ക് കടക്കുവാനായി വേദി ശ്രീമതി റീജ റിയാസിന് കൈമാറുന്നു. നന്ദി ശ്രീ നവാസ്. ഒളിമിന്നും ഓർമ്മക്കാലത്തിന്റെ മറ്റൊരു എക്സൈറ്റിംഗ് എഡിഷൻ ഇന്നിവിടെ അരങ്ങേറുകയാണ്. ശ്രീ KR കിഷോറിന്റെ ശ്രീനാരായണ ഗുരു ഒരു പഠനം എന്ന കൃതി ചർച്ച ചെയ്യപ്പെടുന്ന ഈ സായാഹ്ന സംഗമത്തിന്റെ വാതിലുകൾ തുറന്ന് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. To deliver a formal welcome, may I invite Ms. Sudha, Principal East West Academy, Bangalore. Thank you, Rija. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒളിമിന്നും ഓർമ്മക്കാലം ഏറെ അഭിമാനത്തോടുകൂടി ശ്രീനാരായണ ചിന്തകളിലെ സമഭാവനകളെ മുൻനിർത്തി ശ്രീ KR കിഷോറിന്റെ ശ്രീനാരായണ ഗുരു ഒരു പഠനം എന്ന കൃതി ചർച്ച ചെയ്യുകയാണ്. ഒളിമിന്നും ഓർമ്മക്കാലം ഇതിനകം പലപ്പോഴായി ചർച്ച ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള പരിപാടികളുടെ ഒരു തുടർച്ച ഇവിടെ കാണാം. സമകാലീന പ്രസക്തമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ മഹാഭാരതത്തിന്റെ ബ്രാഹ്മണ്യവൽക്കരണം, ഫാസിസം എന്ന പകർച്ചവ്യാധി, മനുസ്മൃതി ഒരു വിമർശന വീക്ഷണം എന്നിവ ഉൾപ്പെട്ടിരുന്നു. ശ്രീനാരായണ ഗുരു ചിന്തകളുടെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദേശീയ അന്തർദേശീയ സാഹചര്യങ്ങളിൽ മതം അടിസ്ഥാനമാക്കിയുള്ള സ്പർദ്ധകളും മനുഷ്യാവകാശ വിധ്വംസനങ്ങളും വർദ്ധിച്ചു വരുന്നതായി ഇന്ന് കാണാം. നമ്മുടെ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിലേത് ഏറ്റവും പുതിയ ഉദാഹരണമായി കണക്കാക്കാം. ജാതിയുടെയും മതങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ തട്ടുകളായി തിരിച്ച് മാനവിക വിഷയങ്ങളെ കുരുതി കൊടുക്കുന്നതിനെതിരെ ശ്രീനാരായണ ഗുരുവിന്റെ അദ്വൈതം ഫലപ്രദമായി പ്രവർത്തിച്ചതിന്റെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. സാംസ്കാരിക നവോത്ഥാനത്തിന് ദീപശിഖ തെളിയിച്ചവരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ശ്രീനാരായണ ഗുരു. ജാതിഭേദം, മതദ്വേഷം ആണ് ഭാരതത്തെ ബാധിച്ച ആ മാറാരോഗമെന്ന് ഗുരു കണ്ടെത്തി. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഗുരുവിന്റെ പ്രത്യശാസ്ത്രം പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളോടുമുള്ള സ്നേഹവും അനുകമ്പയും പിൻപറ്റിയുള്ളതാണ്. മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണണമെന്ന ഈ പ്രത്യശാസ്ത്രത്തിന്റെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിലാണ് നാം ഈ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ പ്രമുഖരായ 2 വ്യക്തികളുണ്ട്. ശ്രീനാരായണ ഗുരു ഒരു പഠനം എന്ന ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവായ PK കിഷോർ കുമാറും ഗ്രന്ഥത്തെക്കുറിച്ചും ശ്രീനാരായണ ചിന്തകളിലെ സമഭാവനകളെ കുറിച്ചും നമ്മോട് സംസാരിക്കുന്ന ഡോക്ടർ സുനിൽ P. ഇളയടവുമാണ്. നമ്മളിൽ ഒരാളും SN കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ശ്രീ KR കിഷോർ കുമാറിനെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സുനിൽ P. ഇളയടം നേരത്തെ തന്നെ ഒളിമിന്നും ഓർമ്മക്കാലവുമായി വേദി പങ്കിട്ടിട്ടുള്ളതാണ്. ഡോക്ടർ സുനിൽ P. ഇളയടത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഗുരുവിന്റെ പദ്യശകലങ്ങൾ ഗാനഭാഗങ്ങളായി അവതരിപ്പിക്കുന്നതിനായി ശ്രീ പുഷ്പവതിയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒളിമിന്നും ഓർമ്മക്കാലത്തിന്റെ അംഗവും അഭ്യുദയകാംക്ഷിയുമായ ശ്രീ CS ചന്ദ്രികയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ളതാണ്. ചന്ദ്രികയെ ഇന്നത്തെ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു, നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സുധ. കഥാകാരിയും നോവലിസ്റ്റും സ്ത്രീ വിമോചന പ്രവർത്തകയും അക്കാഡമിഷ്യനുമായ CS ചന്ദ്രികയെ ഒരിക്കൽ കൂടി ഒളിമിന്നും ഓർമ്മക്കാലത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതിലുള്ള സന്തോഷത്തോടെയും കൃതാർത്ഥതയോടും കൂടി may I invite CS Chandrika to this auspicious event. May I request Ms. Chandrika to introduce today's singer, Ms. Pushpavati, to this gathering. Thank you. Pushpavatiയെ ഇന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എനിക്ക് പുഷ്പവതി അത്രയ്ക്കും ഇഷ്ടമാണ്. കുറച്ചുകൂടെ സൗണ്ട് കൂട്ടാന്ന് തോന്നുന്നു.
ആ പുഷ്പവതി കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അറിയപ്പെടേണ്ട ഒരു വലിയ ഗായികയും സംഗീതജ്ഞയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പുഷ്പവതി എപ്പോഴും പറയാറുണ്ട്, അനുഭവത്തിന്റെ പാഠത്തിൽ നിന്നാണ് ഞാൻ ഗുരുവിനെ പാടുന്നത് എന്ന്. അപ്പോൾ ഇന്നത്തെ പുഷ്പവതിയുടെ ഇവിടുത്തെ സാങ്കത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുഷ്പയുടെ സംഗീത ലോകത്ത് ഈ അനുഭവത്തിന്റെ, ജീവിതത്തിന്റെ അനുഭവത്തിന്റെ പാഠങ്ങളിൽ നിന്നും ഗുരുവിനെയും അതുപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചനെയും ഒക്കെ മലയാളിയുടെ മനസ്സിലേക്ക് ഒരു വളരെ റാഡിക്കൽ ആയിട്ടുള്ള ഒരു ചിന്തയിലൂടെ കടത്തിവിടാൻ തന്റെ സംഗീതത്തിന്റെ ക്രിയേറ്റിവിറ്റിയിലൂടെ ശ്രമിക്കുന്നുള്ളതാണ്. സത്യത്തിൽ പുഷ്പവതിയുടെ മാത്രമായിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നീട്, ഈ ഇന്നത്തെ പ്രോഗ്രാമിനൊക്കെ ശേഷം പിന്നീട്. നമുക്ക് ഇന്ന് പുഷ്പവതിയെ കേൾക്കാം. ഞാൻ അധികം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പുഷ്പവതിയെ നമുക്കറിയാം, എപ്പോഴും മുഖ്യധാര സംഗീതം എന്ന് പറയുന്നത് അത് വരേണ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ലോകമാണ്. അതിലാണ് തന്റെ ജീവിതത്തിന്റെ എന്താ പറയുക, പാതാളത്തിൽ നിന്നാണ് ഞാൻ കയറി വന്നത് എന്നാണ് പുഷ്പ പലപ്പോഴും പറയാറുള്ളത്. പാതാളക്കുഴിയിൽ നിന്ന് കയറി വന്ന് ഈ മുഖ്യധാരയിൽ ഒരു കസേര, ഒരു സീറ്റ് വലിച്ചിട്ട് തന്റെ ഒരു സ്ഥാനം ഉറപ്പിച്ച ഒരു വലിയ സംഗീതജ്ഞയാണ്, ഗായികയാണ് പുഷ്പവതി. പുഷ്പവതിയുടെ ഗുരുവിനെ നമുക്ക് കേൾക്കാം. ഇത്രയുമാണ് പുഷ്പവതിയെ കുറിച്ച് എനിക്ക് തൽക്കാലം പറയാനുള്ളത്. പിന്നീട് നമുക്ക് പുഷ്പയുടെ പുഷ്പയുടെ അഭിമുഖങ്ങളൊക്കെ ധാരാളം നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. ട്രൂ കോപ്പി ഒരിക്കൽ പുഷ്പവതിയുടെ ദീർഘമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണണം എന്നാണ് ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതിൽ നമുക്ക് പുഷ്പയെ നേരിട്ട് കാണുകയും അറിയുകയും ചെയ്യാം. ഇപ്പൊ നമുക്ക് പുഷ്പയുടെ സംഗീതം കേൾക്കാം. അതിനായി പുഷ്പയെ ക്ഷണിക്കുന്നു. നന്ദി ചന്ദ്രിക. വളരെ സന്തോഷം ചന്ദ്രിക ഇവിടെ ഈ ഒരു വേദിയിൽ കണ്ടതില്. ഞാന് ഗുരുവിന്റെ ദൈവദശകം പാടേണ്ടതാണ് ഈ സമയത്ത്. അപ്പോ ഗുരുവിന്റെ ആ ദശകത്തിലേക്ക് കടക്കാം. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കോരാവിവൻ തോണി നിൻ പദം. ദൈവമേ ദൈവമേ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നില്ല സ്പന്ദമാകണം. ദൈവമേ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെനിക്ക് സായുജ്യമേകി
സായുജ്യം നൽകും ആര്യനും ദൈവമേ നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ ആകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം Thank you, Pushpavati. You created a spiritual mode here. Thank you. Thank you. ഈ ഇവന്റിന്റെ മുഖ്യ പ്രഭാഷകനും ഗ്രന്ഥകർത്താവുമായ ശ്രീ കിഷോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തും വഴികാട്ടിയുമായ ശ്രീ ബാബു തട്ടിൽ. പ്രിയപ്പെട്ട ഡോക്ടർ സുനിൽ പി ഇളയിടം, ശ്രീ KR കിഷോർ, ശ്രീമതി പുഷ്പാവതി, ശ്രീമതി CS ചന്ദ്രിക, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് പ്രമുഖ വ്യക്തികളിൽ ഒരാളായ ശ്രീ KR കിഷോറിനെ പരിചയപ്പെടുത്തുക എന്നതാണ് എന്നിൽ വന്നു ചേർന്നിട്ടുള്ള കടമ. ശ്രീ കിഷോറിനെ വളരെ മുൻപേ പരിചയമില്ലെങ്കിലും സമീപകാലത്ത് പുരോഗമനാശയങ്ങളുടെ പ്രചാരണ മേഖലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൃത്യമായി അടയാളപ്പെട്ടു വരുന്നു എന്നുള്ളത് നമ്മൾക്കെല്ലാം അറിയാവുന്ന സംഗതിയാണ്. അതിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെയേറെ സന്തോഷവുമുണ്ട് എന്നുള്ള കാര്യവും വളരെ പ്രസക്തമാണ്. ഇതിഹാസം സമാനനായ ഒരു വിപ്ലവകാരിയുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ശ്രീ KR കിഷോർ. ആ വിപ്ലവകാരി മറ്റാരുമല്ല, മണപ്പുറത്തിന്റെ മണ്ണിനെ ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ചുവപ്പിച്ച സർദാർ ഗോപാലകൃഷ്ണനാണ്. ആ പൈതൃകം ശ്രീ KR കിഷോറിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികം മാത്രം. അദ്ദേഹം ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്റെ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മലയാളികൾക്ക് സുപരിചിതനാണ് അദ്ദേഹം. എഴുത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും രംഗത്ത് ഏറെ അഭിമാനകരമായ കാൽവയ്പുകൾ ശ്രീ KR കിഷോറിൻ്റെയായി ഇതുവരെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പുരോഗമന സാഹിത്യ സംഘത്തിന്റെ ബാംഗ്ലൂർ ചാപ്റ്ററിന്റെ വൈസ് പ്രസിഡന്റായി അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. ഇതിനു പുറമെ ആശാൻ പഠന കേന്ദ്രം, സർഗധാര, ബാംഗ്ലൂർ മലയാളി റൈറ്റേഴ്സ് ഫോറം, വികാസ് സാംസ്കാരിക വേദി എന്നീ സാംസ്കാരിക സംരംഭങ്ങളുടെ സാരഥിയായി നമ്മളുടെ ശ്രീ KR കിഷോർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗ്രന്ഥരചനകളുടെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ തോക്കിനിരയായി രക്തസാക്ഷിത്വം വരിച്ച ശ്രീമതി ഗൗരി ലങ്കേഷിനെ പറ്റിയുള്ള 3 പുസ്തകങ്ങൾ ശ്രീ കിഷോറിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവയെ പുസ്തകത്രയങ്ങൾ എന്ന് വിളിക്കാം. ആ പുസ്തകങ്ങൾ ഇവയാണ്:
ഗൗരി ലങ്കേഷ് ജീവചരിത്രം, ഗൗരി ലങ്കേഷ് ജീവിതം പോരാട്ടം രക്തസാക്ഷിത്വം, ഗൗരി ലങ്കേഷ് ജീവിതവും ചിന്തയും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നതായ ശ്രീനാരായണ ഗുരു ഒരു പഠനം എന്ന ഗ്രന്ഥത്തിന് പുറമെ നവഭാവുകത്വ സംസാരങ്ങൾ എന്ന പേരിലുള്ള ഒരു നിരൂപണ ഗ്രന്ഥവും ശ്രീ KR കിഷോറിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതോടുകൂടി തീർന്നില്ല, ഇനിയും മറ്റ് രചനകളിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സാംസ്കാരിക രംഗത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അംബേദ്കറുടെ ജീവചരിത്രം, അംബേദ്കറുടെ ജീവിത ലോകം, ആശാൻ കഥകൾ, സർദാർ, ജീവിതം ഒരു ഇതിഹാസം എന്നിവയാണ്. കിഷോറേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിൽ പുരോഗമന ചിന്തയുടെ ഏറ്റവും പ്രമുഖരായ വക്താക്കളാണ് ഡോക്ടർ അംബേദ്കറും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും. അവരുടെ ജീവിതം പ്രതിപാദിക്കുക എന്നുള്ളതാണ്, അവർ പഠിക്കുക എന്നുള്ളതാണ് കിഷോറേട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ട പഠന മേഖലയായി എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ സായാഹ്നത്തില് ഈ കിഷോർ എന്ന് പറയുന്ന ശ്രീ KR കിഷോർ എന്ന് പറയുന്ന ആ ധൈഷണിക സാന്നിധ്യത്തെ എത്രയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കിഷോറേട്ടൻ പങ്കെടുത്ത് സംസാരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പിന്നെ ഈ ധൈഷണിക സാന്നിധ്യം ഒന്നും പറയാനില്ല. ഞാനൊരു എളിയ സാംസ്കാരിക പ്രവർത്തകനാണ്. പ്രിയപ്പെട്ട സുനിൽ മാഷ്, പ്രിയ CS ചന്ദ്രിക, ശ്രീമതി പുഷ്പാവതി, ശ്രീ ബാബു, പ്രിയൻ, മറ്റെല്ലാ ഒളിവിനും ഓർമ്മക്കാലത്തിന്റെ സുഹൃത്തുക്കളെ, ശ്രീനാരായണ ചിന്തയിലെ സമഭാവനകൾ എന്ന ഈ വിഷയം ശ്രീനാരായണ കോളേജിലെ 1980-നും 90-നും ഇടയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒളിവിനും ഓർമ്മക്കാലം എന്ന ഗ്രൂപ്പ് ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചയ്ക്ക് ആസ്പദമാക്കുന്നത് ഞാൻ എഴുതിയ ശ്രീനാരായണ ഗുരു ഒരു പഠനം എന്ന കൃതി ആണെന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അതിമനോഹരമായ ഗുരുവിന്റെ ദൈവദശകത്തെക്കുറിച്ച്, ഈ ദൈവദശകത്തിന്റെ ആലാപനം നമ്മുടെ പ്രിയപ്പെട്ട ഗായിക അത് കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. മാത്രമല്ല, ഇന്ന് മലയാളത്തിന്റെ വേദികളിൽ ഏറ്റവും ശക്തമായ ആവിഷ്കാരങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ നടക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഒന്ന് സുനിൽ മാഷ്, CS ചന്ദ്രിക, അങ്ങനെ രണ്ടുപേരുടെയും സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഈ സദസ്സ്. അവരോടും കൂടി ഞാൻ മുമ്പില് ഇത് അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ശ്രീനാരായണ ഗുരു തിരുവിതാംകൂറിൽ SNDPക്ക് രൂപം കൊടുത്ത കാലത്ത് തന്നെ എൻ്റെ തൊട്ടടുത്ത നാടായ പെരുങ്ങോട്ടുകരയിൽ 1903 വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിനായി സ്ഥാപിച്ച ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കുകയും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പല ക്ഷേത്രങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും വായനശാലകളുടെയും സ്ഥാപനത്തിന് കാരണമായത് ഗുരുദേവനാണ്. ഐത്തത്തിനും അന്ധവിശ്വാസത്തിനും എതിരെ നിരവധി നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പന്തിഭോജനം, സഞ്ചാര സ്വാതന്ത്ര്യം പോലുള്ള വിഷയങ്ങൾക്ക് പെരുങ്ങോട്ടുകര പോലുള്ള നമ്മുടെ പരിസരങ്ങളിലൊക്കെ തന്നെ വലിയ സമരങ്ങൾ, മോദാനന്ദ സ്വാമി പോലുള്ള ആളുകളുടെ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത്തരമൊക്കെ വിഷയം ശ്രീനാരായണ ഗുരു നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ പൊതുസമൂഹത്തിന് അറിയുമോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ ശ്രീനാരായണ സന്ദേശം എന്നൊരു മാസികയുടെ പത്രാധിപരായപ്പോഴാണ് ഞാനും ഗുരുവിനെ കുറിച്ച് ഒക്കെ പഠിക്കാനും ഒക്കെ എഴുതാനും ഒക്കെ തുടങ്ങിയത്. എന്നാൽ കുറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ശബരിമലയില് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ മാഷ് നടത്തിയിരുന്ന പ്രഭാഷണങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലുണ്ടായ പ്രസക്തി തിരിച്ചറിഞ്ഞതോടെയാണ് ഗുരുദേവനെ കുറിച്ചുള്ള എൻ്റെ പഠനങ്ങൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ പ്രേരണയായത്. ഈ പുസ്തകത്തിന്റെ പ്രസാധനത്തിന് ആന്തരികമായി പ്രേരിപ്പിച്ച സുനിൽ മാഷിനോട് പ്രത്യേകം നന്ദി, സ്നേഹം.
ഒരു കൃതിക്ക് അവാർഡ് കിട്ടുമ്പോൾ ആ കൃതിയുടെ വായന വിപുലമാകുന്നത് പോലെ ഒരു പുസ്തകം ചർച്ച ചെയ്യുമ്പോൾ അത് ആസ്വദിക്കപ്പെടുകയും അപഗ്രഥിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തക ചർച്ച ഒരു അവാർഡിന് സമാനമായി ഞാൻ പരിഗണിക്കുന്നു. ഇതിന്റെ ഈ സംഘാടകരോടുള്ള എൻ്റെ നന്ദി ഹൃദയഭാഷയിൽ ഞാൻ അറിയിക്കുകയാണ്. വംശീയമായ സ്പർദ്ധകളും മതവൈരങ്ങളും ധനശക്തികളുടെ പ്രീണനത്തിനായി ബോധപൂർവം സൃഷ്ടിക്കുന്നതിലൂടെ മനുഷ്യനെ ഭിന്നിപ്പിക്കുകയും ദുർബലമാക്കുകയും ചെയ്യുന്നത് ഏറ്റവും ലാഭകരമായ വ്യവസായമാകുന്ന കാലത്താണ് നമ്മൾ ഗുരുദേവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അജ്ഞതയുടെ അന്ധകാരം നിർമ്മിച്ച് അയുത്തവും അന്ധവിശ്വാസവും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് മനുഷ്യനെ വിഭജനത്തിലൂടെ ചൂഷണം ചെയ്യുന്ന പ്രത്യയശാസ്ത്രമാണ് ചാതുർവർണ്ണം. ചാതുർവർണ്ണത്തെ പുതിയ കുപ്പിയിലാക്കി മാർക്കറ്റിലിറക്കാൻ അമിതാവേശം കാണിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ പ്രതിരോധിക്കാൻ ഗുരുദേവ ചിന്തകൾ സഹായകമാണ്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ സംവാദത്തിന്റെ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു. വിദ്യയും വ്യക്തി സ്വാതന്ത്ര്യവും നിഷേധിച്ച് ബ്രാഹ്മണ്യം പരത്തിയ ഇരുട്ടിൽ മുട്ടിലഴഞ്ഞിരുന്ന ഒരു ജനതയിൽ അറിവിന്റെ മൺചിരാതുമായി ആധുനിക ലോകത്തിന്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തിയ ആചാര്യനാണ് ഗുരുദേവൻ. 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉയർന്നു കേട്ട സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആധുനികതയുടെ മുദ്രാവാക്യം കേരളത്തിൽ മുതലാളിത്ത വികാസത്തെ ഗുണപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച സാമൂഹിക ശില്പിയായും ഗുരുദേവനെ കാണാൻ കഴിയും. 3500 വർഷങ്ങളായി ഇന്ത്യൻ സമൂഹത്തിൽ അസ്വാതന്ത്ര്യവും അസമത്വവും അപരത്വവും വാഴുകയായിരുന്നു. ബ്രാഹ്മണ്യം അതിനുപയോഗിച്ച രാഷ്ട്രീയ ഉപകരണം ജാതീയമായി വേലികെട്ടി ഭിന്നിപ്പിക്കുക എന്ന ചാതുർവർണ്ണ തന്ത്രമായി. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം ബ്രിട്ടീഷുകാരെക്കാൾ മുമ്പ് ഇന്ത്യയിൽ പ്രയോഗിച്ച് വിജയിപ്പിച്ചത് ബ്രാഹ്മണ്യമായതിനാൽ അതിന്റെ പേറ്റന്റ് ഇന്ത്യൻ പൗരോഹിത്യ ബ്രാഹ്മണ്യത്തിനാണ് ചേരുന്നത് സത്യം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എന്നാൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ് നമ്മുടെ പൊതുവായ നമ്മളൊക്കെ ആരോപിക്കുക. അതിനർത്ഥം ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന്റെ ഭീകരമായ വിഭജന രാഷ്ട്രീയം നമ്മൾ വേണ്ട വിധം അപഗ്രഥിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ്. അഥവാ ബ്രാഹ്മണ്യത്തിന്റെ കുടിലതകളെ മറച്ചു വെക്കാൻ ബ്രാഹ്മണിക് ഹെജമണിക്ക് കഴിയുന്നുണ്ട് എന്നും കരുതാം. ജാതീയമായ വിഭജനമായിരുന്നു ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് തിരിച്ചറിഞ്ഞ ഗുരുദേവൻ ജാതിയെ തകർക്കാൻ വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുകയും അറിവിനായി അലഞ്ഞു തിരിഞ്ഞ് ജ്ഞാനത്തിന്റെ പടവുകൾ കയറുകയും ഇന്ത്യൻ തത്വശാസ്ത്രത്തിന്റെ കൊടുമുടിയിലിരിക്കുന്ന അദ്വൈതത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അദ്വൈതം എന്ന ടൂൾ ഉപയോഗിച്ചാണ് ഗുരുദേവൻ ജാതിക്കെതിരെ യുദ്ധം ചെയ്തത്. കേരളീയ സമൂഹത്തെ ജനാധിപത്യം, സമത്വം, സ്വാതന്ത്ര്യം, മതേതരത്വം മുതലായ നവീനാശയങ്ങളുടെ ആധുനിക സമൂഹത്തിലേക്ക് വഴിതെളിയിക്കാനും അദ്വൈതത്തെ ആണ് ഗുരുദേവൻ ഉപയോഗിച്ചത്. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായി ഭേദമില്ലെന്നും അവയെല്ലാം തന്നെ പ്രപഞ്ച ചൈതന്യത്തിന്റെ വിവിധ രൂപങ്ങളാണെന്നും അദ്വൈതം സിദ്ധാന്തിക്കുന്നു. അവൻ ഇവനെന്നറിയുന്നതോർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവൻ ഇവൻ എന്നറിയുന്നത് ഒന്നോർത്തു നോക്കിയാൽ അവനിയിൽ ആദിമമായുണ്ടായ ആത്മരൂപമാണ്. അഥവാ പ്രപഞ്ചത്തിൽ ഓരോ അണുവിലും പരമാണുവിലും പ്രകാശിക്കുന്നത് പ്രപഞ്ച ശക്തിയുടെ ചൈതന്യമാണ്. വളയും മാലയും മോതിരവും കമ്മലും മൂക്കുത്തിയും ഓരോന്നായി വേറെ വേറെ സ്വർണ്ണക്കടയിൽ കാണാമെങ്കിൽ അവയെല്ലാം സ്വർണത്തിന്റെ വിവിധ രൂപങ്ങളാണ് എന്നതുപോലെ പ്രപഞ്ചത്തിലെ മണ്ണും മലയും മൃഗങ്ങളും മനുഷ്യരും കടലും കായലും പുഴയും പക്ഷികളും എല്ലാം പ്രപഞ്ചശക്തിയുടെ വ്യത്യസ്ത രൂപങ്ങൾ മാത്രമാണ്, ഒന്നും ഭിന്നമല്ല. ഇന്ത്യൻ ആശയവാദികൾ അംഗീകരിക്കുന്ന തത്വമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ വസ്തുക്കളും എല്ലാ ജനങ്ങളും ദൈവത്തിന്റെ വിവിധ രൂപങ്ങളാണെങ്കിൽ മനുഷ്യർ തമ്മിൽ എന്തിനാണ് ചാതുർവർണ്ണ്യം അനുശാസിക്കുന്ന ജാതീയമായ തിരിവുകൾ, ജാതീയമായ വിവേചനങ്ങൾ, ജാതീയമായ അടിച്ചമർത്തലുകൾ?
മനുഷ്യനെ ജാതികളായി വിഭജിച്ച് അടിച്ചമർത്തുന്ന ചാതുർവർണ്ണ നിയമങ്ങൾ അസാധുവാണ്. ഗുരുദേവന്റെ ഈ വ്യാഖ്യാനത്തെ ഖണ്ഡിക്കാൻ പൗരോഹിത്യ ബ്രാഹ്മണ്യ വക്താക്കൾക്കോ ആശയവാദികൾക്കോ കഴിഞ്ഞില്ല. അങ്ങനെ ജാതി വിഭജനം എന്ന ചാതുർവർണ്ണ നിയമത്തെ താത്വികമായി തകർത്തുകൊണ്ടാണ് ജാതി ഒരു നുണയാണെന്ന് ഗുരുദേവൻ സമർത്ഥിച്ചത്. ഉപരിവർഗ വിനോദത്തിനായി അല്ലെങ്കിൽ പണ്ഡിത സദസ്സുകളിൽ കേവലം അധര വ്യായാമമായി പ്രയോജനരഹിതമായ ഈ സംവാദതലത്തിൽ മാത്രം വിഹരിച്ചിരുന്ന ഇന്ത്യൻ തത്വദർശനത്തിലെ അദ്വൈതവാദത്തെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടി വ്യാഖ്യാനിക്കാനും ജാതി ഇല്ലെന്ന് സ്ഥാപിക്കാനും അത് പ്രചരിപ്പിക്കാനും പ്രയോഗവൽക്കരിക്കാനും ഗുരുദേവനുകൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന വലിയൊരു തെറ്റിനെ തിരുത്താനും അതിലൂടെ മുഴുവൻ സമൂഹത്തെ പരിവർത്തിപ്പിക്കാനും ചലനാത്മകമാക്കാനും കഴിഞ്ഞു എന്നതായിരിക്കും ഇന്ത്യൻ തത്വശാസ്ത്ര രംഗത്ത് ഗുരുദേവൻ ചെയ്ത മഹത്തായ സംഭാവന എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനകീയ വിശ്വാസ്യതയ്ക്ക് വേണ്ടി ജാതി വ്യവസ്ഥ ദൈവ സൃഷ്ടിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഗീതയിൽ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ ചാതുർവർണ്ണ്യ നുണയെ പറയുന്നത് ഈ ചാതുർവർണ്ണയെ നുണയെ നിരാകരിച്ചുകൊണ്ടാണ് ഗുരുദേവൻ ജാതി നിർണയം എന്ന കൃതിയിൽ എഴുതിയത്. ആ കൃതി തന്നെ അതിനെ തകർക്കുന്ന ഒരു ആശയമാണ് മുന്നിൽ വെക്കുന്നത്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസൈവം ഓ തത്വം വ്യക്തി കോപിൽ. ഗോക്കൾക്ക് ഗോത്വം എപ്രകാരമാണോ അതുപോലെ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. മറിച്ച് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ ക്രമത്തിൽ ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ചുള്ള വിഭജനത്തിലൂടെ സങ്കല്പിക്കുന്ന ജാതി മനുഷ്യന്റെ ജാതിയാണ് എന്ന ഈ ലോകതത്വം ആരും അറിയുന്നില്ലല്ലോ. കഷ്ടം. ഗോക്കൾക്കിടയിൽ അടങ്ങിയത് ഗോത്വം എന്നതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നതുപോലെ തന്നെ മനുഷ്യത്വം എന്ന അവസ്ഥയെയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ശ്ലോകമായിട്ട് അദ്ദേഹം പറയുന്നത് മലയാളത്തിലാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലത്. അങ്ങനെ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച് നടന്ന അദ്വൈതം എന്ന ആത്മീയ ദർശനത്തെ ജനകീയമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജാതി ഒരു കളവാണെന്ന് ഗുരുദേവൻ സമർത്ഥിക്കുകയാണ് ഉണ്ടായത്. ഇതില് നമ്മള് ഗുരുദേവന്റെ സമഭാവനയെ കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യ എന്ന സങ്കല്പത്തെ നമുക്കെടുക്കും. ഫ്രഞ്ച് വിപ്ലവത്തോടെയാണ് ഫ്യൂഡൽ ഭരണകൂടങ്ങളുടെ തകർച്ച ഉണ്ടാകുന്നതും ജനാധിപത്യം എന്ന ഒരു പരികല്പനയ്ക്ക് നിരവധി വ്യാഖ്യാനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ വർത്തിക്കുന്നത്. ജനാധിപത്യം എന്നാൽ ഒരു ജനകീയ രാഷ്ട്രഭരണമാണെന്ന അർത്ഥമാണ് ആദ്യകാലത്തൊക്കെ കൽപ്പിച്ചിരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണം എന്ന അബ്രഹാം ലിങ്കന്റെ നിർവചനം അതായിരുന്നു. നിങ്ങൾ എന്നോട് വിയോജിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് എന്നോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ ആരെങ്കിലും വാൾ ഉയർത്തിയാൽ ആദ്യം ആ വാളിനിരയാകുന്നത് ഞാനായിരിക്കും എന്ന വാൾട്ടയറുടെ നിർവചനത്തിൽ പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ജനാധിപത്യ സങ്കല്പ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ജനാധിപത്യ സങ്കല്പത്തെ വിശാലമാക്കാൻ ശ്രമിച്ച ഇനിയും നിരവധി വ്യാഖ്യാനങ്ങൾ നമുക്ക്. ഈ ഭരണത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും തെരഞ്ഞെടുപ്പിനും എല്ലാം അപ്പുറത്ത് ജനാധിപത്യം ഒരു വിശാലമായ ജീവിത രീതിയും സംസ്കാരവുമാണ്. അവരുടെ സേവനത്തിൽ ആത്മസുഖം കണ്ടെത്തുന്നതാണ് ജീവിത ദൗത്യമെന്ന് ഉദ്ബോധിപ്പിച്ച സംസ്കാരത്തെ ജനാധിപത്യം എന്ന് വിളിക്കാമെങ്കിൽ ഗുരുദേവ ദർശനത്തിൽ ജനാധിപത്യ സംസ്കാരം തിളങ്ങുന്നു. അവൻ ഇവനെന്നറിയുന്നതോർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരയണം. എല്ലാം പ്രപഞ്ച ശക്തിയുടെ വകഭേദങ്ങളാണ്. ഒന്നും മറ്റൊന്നിൽ നിന്നും വ്യത്യാസമില്ല. ഞാൻ അപരൻ എന്ന വിഭാഗീകരണം സ്വാർത്ഥതയാണ്. അപരനിലേക്ക് നീങ്ങുക, അപരനെ അറിയുക, അപരനെ കണ്ടെത്തുക, അപരനെ സഹായിക്കുക എന്നതൊക്കെയാണ് പ്രകാശപൂർണവും ആനന്ദദായകവും സാർത്ഥകവുമായ ജീവിതത്തിലേക്കുള്ള മാർഗരേഖ. എല്ലാ വ്യവഹാരങ്ങളെയും അപരനിലേക്ക് കേന്ദ്രീകരിക്കുകയെന്നാൽ ജനാധിപത്യത്തിന്റെ അർത്ഥതലങ്ങളെ വിപുലമാക്കുകയാണെന്ന് ആണ് അർത്ഥം. ദാർശനികമായി അത്യുന്നതമായ ഒരു ജീവിത മൂല്യത്തിലേക്ക് അതിനുള്ള സരണിയാണ് ഗുരുദേവൻ തുറക്കുവാൻ ശ്രമിക്കുന്നത്. മാധവ സേവയാണ് മാനവധർമ്മം എന്ന പഴയ ഉദ്ബോധനത്തെ മാനവ സേവനമാണ് ഏറ്റവും മഹത്തായ ധർമ്മം എന്ന് ഗുരുദേവൻ സ്ഥാപിക്കുന്നത് അദ്വൈതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഗുരുദേവ ദർശനത്തെ
ആത്മീയതയെന്നോ ഭൗതികമെന്നോ കൃത്യമായി വേർതിരിക്കാൻ ശ്രമിക്കേണ്ടത് ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആത്മീയ സുഖമാണ് ജീവിതത്തിന്റെ എല്ലാ കർമ്മങ്ങൾക്കും അടിസ്ഥാനമെന്നും അത്തരം ആനന്ദം ലഭിക്കാൻ അനുയോജ്യമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മാത്രമാണ് ശാന്തിയും സമാധാനവും ആത്മസാക്ഷാത്കാരവും ലഭിക്കുന്നത്. അവരെന്നെ സേവിക്കുന്നതാണ് ഏറ്റവും മഹത്തായ ജീവിതധർമ്മം എന്ന ഗുരുദേവ പാഠത്തിൽ യുക്തിയുണ്ട്. ആത്മോപദേശ ശതകത്തിന്റെ 21ാമത്തെ ശ്ലോകം അദ്ദേഹം പറയുന്നത്, പ്രിയമൊരു ജാതി ഇതൻ പ്രിയം ത്വദീയ പ്രിയം അപരപ്രിയമെന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേ. പ്രിയം ഒരു ജാതി മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രിയമാണ് അതെന്റെ പ്രിയമാണ് എന്ന ഒരു പ്രിയവും, നിന്റെ പ്രിയം നിനക്ക് പ്രിയപ്പെട്ടത് എന്നത് രണ്ടാമത്തെ പ്രിയമെന്നും താല്പര്യങ്ങളെ ഇഷ്ടങ്ങളെ സംബന്ധിച്ച് വിവിധ തരം തെറ്റായ ധാരണകൾ അഥവാ ഭ്രമകൽപ്പനകൾ നിലവിലുണ്ട്. എന്നാൽ സ്വന്തം പ്രിയമാണ് അപരന്റെ പ്രിയമെന്നും അല്ലെങ്കിൽ അപരന്റെ പ്രിയമാണ് തന്റെ പ്രിയമെന്നും അറിവിന്റെ ഉപാസകർ തിരിച്ചറിയേണ്ടതുണ്ട്. അപരന്റെ പ്രിയം എന്റെ പ്രിയമെന്നും എന്റെ പ്രിയം അപരന്റെ പ്രിയമെന്നും പറയുമ്പോൾ അപരനെ കുറിച്ചുള്ള കരുതൽ, പരിഗണന മുതലായ ധന്യസങ്കല്പങ്ങളെ കൂടുതൽ പ്രകാശമയമാക്കുകയും പ്രസക്തമാക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ, എന്റെ, സ്വന്തം എന്നെല്ലാമുള്ള സങ്കുചിത സ്വകാര്യ താല്പര്യങ്ങളെ ഇവിടെ നിർദാക്ഷിണ്യം നിരാകരിക്കുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ സ്വാർത്ഥ താല്പര്യം മറന്ന് അപര നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ സംസ്കാരത്തിന്റെ അത്യുന്നതങ്ങളിൽ വിഹരിക്കുന്ന കൊടിമുടികളാണ്. ആ കൊടിമുടികളാണ് കാലുറപ്പോടെ കയറുന്നത്. ഈ ഉന്നതമായ മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിക്ക് അപരന്റെ ദുഃഖവും ജീവിത ദുരന്തങ്ങളും പ്രയാസങ്ങളും മുഴുവൻ തന്റേതുമാകുന്നു. അപരന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ വേദനകളെയും ഏറ്റെടുക്കുന്ന, അവനെന്നോ താനെന്നോ ഭിന്നതകളില്ലാത്ത അനുകമ്പയും ആർദ്രതയും സ്നേഹവും പരസ്പരം വിതറിക്കൊണ്ട് മുന്നേറുന്ന ഒരു സമൂഹത്തെ ഗുരുദേവൻ വിഭാവനം ചെയ്യുന്നു. അവരന്റെ വാക്കുകൾ കവിത പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ കാർൽ മാർക്സ് സ്വപ്നം കാണും. നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുവചനവും ഇതേ മാനവിക സങ്കല്പത്തിന്റെ വിശാലവും സുശക്തവുമായ അടിത്തറയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ഇത്തരത്തിലുള്ള ഹൃദയവിശാലത വിളംബരം ചെയ്യുന്ന വിശ്വമാനവികതയുടെ സ്നേഹപതാക ത്യാഗമരത്തിന്റെ ഉന്നത ശിഖരങ്ങളിൽ ഉയർത്തിക്കെട്ടുന്ന അനുകമ്പാ പ്രകാശനമാണ് ഗുരുദർശനം. അവരിന് വേണ്ടിയുള്ള കരുതലാണ് ജനാധിപത്യമെന്ന പരികൽപ്പനയുടെ നാനാർത്ഥമെന്ന് ആധുനിക ശാസ്ത്രങ്ങളായ പൊളിറ്റിക്കൽ സയൻസും ഇക്കണോമിക്സും ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഗുരു വിപുലീകരിക്കുകയാണ്. ഗുരു അതിനെ ഉയർത്തുകയാണ്. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എന്ന വിഷയത്തെയും നമുക്ക് ഗുരുദർശനത്തിൽ അന്വേഷിക്കാം. സമസ്ത ജനങ്ങളും സകല വസ്തുക്കളും ദൈവാംശങ്ങളാണെങ്കിൽ അവ തമ്മിൽ വകഭേദങ്ങളില്ല, ജാതീയമായ വിഭജനങ്ങളും ഇല്ലാതാവുമ്പോൾ ബ്രാഹ്മണനും ദളിതനും തമ്മിൽ ഭേദമില്ല. എന്നാൽ ഇന്ത്യയിൽ ബ്രാഹ്മണ്യ നിയമങ്ങൾ മൂലം ദളിതർക്കും അവർണർക്കും ശൂദ്രർക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു. അടിമകളാക്കപ്പെട്ടിരുന്നു, അടിച്ചമർത്തപ്പെട്ടു വരുന്നു. അടിമകളാക്കപ്പെട്ട എല്ലാവരോടുമായി ഗുരുദേവൻ ഉപദേശിച്ചു, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക. ഈ ആഹ്വാനത്തിലൂടെ ചാതുർവർണ്ണ നിയമത്തെ ലംഘിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത്. എല്ലാവരും വിദ്യാഭ്യാസം നേടി അടിമത്തത്തിൽ നിന്നും മോചനം നേടി സ്വതന്ത്രമാകുന്നു. വിദ്യാഭ്യാസം നേടി അറിവാർജിച്ച് അറ്റതയുടെ കാൽച്ചങ്ങലകൾ പൊട്ടിച്ചെറിയുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ സാമൂഹിക പദവിയിലേക്ക് ഉയരുന്നു. ജാതീയമായ അസമത്വത്തെയും പുരുഷാധിപത്യത്തെയും അതിജീവിച്ച് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നമ്മൾ കൈവരിക്കും. ദലിതരടക്കമുള്ള അവർണരെയും സ്ത്രീകളെയും സാമൂഹിക പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഗുരുദേവൻ ചെയ്ത നിരവധി കർമ്മങ്ങൾ വേറെയുണ്ട്. അത് കർമ്മരംഗത്തേക്ക് കടക്കുമ്പോൾ പറയാം. ഇത് ആശയപരമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് അതിലേക്ക് പിന്നീട് വരും. ഇനി സാഹോദര്യം എന്ന വിഷയത്തിലേക്കും കൂടി എടുത്താൽ നമുക്ക് ഗുരുദേവൻ സാഹോദര്യ വീക്ഷണം പലയിടത്തും പല കവിതകളില് പല ഭാഷണങ്ങളിലും ഒക്കെ തന്നെ വരുന്നുണ്ട്. അരുവിക്കരയിൽ 88 മാർച്ച് 12 ഒരു ശിവരാത്രി നാളിൽ നടത്തിയ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം അദ്ദേഹം ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം ആമീത്. ജാതികൾ തമ്മിലുള്ള ഭേദങ്ങളില്ലാതെ, മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷങ്ങളില്ലാതെ സാഹോദര്യത്തോടെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്.
സാഹോദര്യത്തോടെ വാഴുക എന്നാൽ മനുഷ്യരും മനുഷ്യരും തമ്മിലുണ്ടാവേണ്ട ബന്ധത്തിന്റെ ആഴം സാഹോദര്യമാണെന്ന ഉൾക്കാഴ്ചയിലാണ് അങ്ങനെ ഗുരു പറയുന്നത്. പ്രപഞ്ചത്തിൽ എല്ലാവരും ദൈവത്തിന്റെ അംശങ്ങളാവുമ്പോൾ മനുഷ്യകുലം വിശാലമായ ഒരു കുടുംബമാകുന്നു. അപ്പോൾ മനുഷ്യനും മനുഷ്യനും തമ്മിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ബന്ധം സാഹോദര്യമാണ്. ഇനി മതേതരത്വത്തിലേക്ക് കിടക്കാം. മതേതരത്വമാണ് ഗുരുവിന്റെ ഏറ്റവും ഉയർന്ന മതേതര സങ്കല്പങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗുരുവിന്റെ സങ്കല്പമാണ് നമ്മുടെ ലോകത്തിന് ഏറ്റവും നവീനവും അല്ലെങ്കിൽ ഏറ്റവും പ്രായോഗികവുമായ ഒരു മതേതര സങ്കല്പം എന്നെനിക്ക് തോന്നുന്നു. പാശ്ചാത്യ മതേതര സങ്കല്പവുമായിട്ട് ഗുരുവിന്റെ വ്യത്യാസമുണ്ട്. ഒരു മതത്തെ നിരാകരിക്കുകയാണെന്ന് തോന്നുന്നത്. ഗുരു എല്ലാ മതത്തിനെയും ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ 44-ാമത്തെ ശ്ലോകം മുതലുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ ഈ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. പല മതസാരവും ഏകമെന്ന് പരാതുകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടേണം. പല മതങ്ങളുടെയും കാതലായ സാരാംശം ഒന്നു തന്നെയാണ്. ബുദ്ധമതം അനുകമ്പയുടെ അനിവാര്യതയും അഹിംസയുടെ ജീവകാരുണ്യവും ഊന്നിപ്പറയുമ്പോൾ, ക്രിസ്തുമതം അപരസ്നേഹം വിളംബരം ചെയ്യുമ്പോൾ, ഇസ്ലാം മതം സാഹോദര്യം ഉദ്ഘോഷിക്കുമ്പോൾ, ഹൈന്ദവ മതം ലോകം മുഴുവൻ സുഖവും സഹിഷ്ണുതയുമാണ് വേണ്ടതെന്ന് പറയും. അനുകമ്പയും സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും സത്യധർമ്മങ്ങളുടെ പാരസ്പര്യ പൂരകങ്ങളാണ്. കരുണയോ അനുകമ്പയോ സ്നേഹമോ സഹിഷ്ണുതയോ സഹാനുഭൂതിയോ ഏതാണ് മഹത്തരം എന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് ആനയെ കണ്ട കുരുടന്മാരെ പോലെ അജ്ഞാനികളുടെ അഥവാ ഉൾക്കാഴ്ചയില്ലാത്ത പാമരന്മാരുടെ കുതർക്കവാദങ്ങളാണ്. പല മതവും സാരവും ഏകമെന്നാൽ ഒരു മതവും ആന്തരികമായി മോശമല്ലെന്നും അതേസമയം ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക മഹത്വമൊന്നും അവകാശപ്പെടാനില്ല എന്നും അർത്ഥമുണ്ട്. ഞാൻ ആത്മോപദേശ ശതകത്തിലെ 44 മുതലുള്ള 5 ശ്ലോകങ്ങളിലും കേരള കൗമുദിയുടെ സ്ഥാപക പത്രാധിപർ CV കുഞ്ഞുരാമനുമായി നടത്തിയ 1926 പിന്നീട് അത് കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചു വന്നു സംവാദത്തിലും ഗുരുദേവൻ ഈ വിഷയം വിശദീകരിക്കുന്നു. അതിലേക്ക് പിന്നീട് കിടക്കാം. ഗുരുദേവ ചിന്തകൾ ഏറ്റവും നവീനവും ആധുനികവുമായ സമത്വ ഭാവനകളും സഹജീവികളോടുള്ള അനുകമ്പയും നിറഞ്ഞതാണെന്നുള്ള പാഠങ്ങൾ ഞാനിവിടെ ലളിതമായി വളരെ കുറച്ച് മാത്രമേ അതിനെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വിരാമം ഞാൻ കൊടുക്കുകയാണ്. കാരണം നമ്മുടെ വിശിഷ്ടാതിഥിയുടെ വാക്കുകൾ അദ്ദേഹത്തിന് പോകേണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം നമുക്ക് ഈ ചർച്ച തുടരാമെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വിഷയം ഇങ്ങനെ എളിയമായ എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു കിഷോർ ചേട്ടാ.